അൻവർ വിഷയത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. വി ഡി സതീശൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടെന്ന് കെ സുധാകരൻ. അൻവറിനെ യു.ഡി.എഫിൽ എടുക്കരുതെന്ന് സതീശൻ പറയേണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയാണ് അതിശക്തമായ ഒരു നിലപാടുമായി മുൻ KPCC പ്രസിഡന്റ് ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത്. സന്തോഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സന്തോഷ്, എന്തൊക്കെ തരത്തിലാണ്? കാരണം ഇതിൽ തീരുമാനം കേരളത്തിൽ എടുക്കുന്നയാൾ വി ഡി സതീശനാണ്. വി ഡി സതീശൻ്റെ താല്പര്യത്തിനും താല്പര്യമില്ലായ്മയ്ക്കും അനുസരിച്ചാണ് അൻവറിൻ്റെ വരവും മുന്നണിയുമായുള്ള സഹകരണം എന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. അൻവറും അങ്ങനെയാണ് ധരിക്കുന്നത്. ഇവിടെ പരസ്യമായൊരു നിലപാട് കെ സുധാകരൻ സ്വീകരിക്കുകയാണോ വി ഡി സതീശനെതിരെ? അൻവറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തെ പ്രതിസന്ധി അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ ഭിന്നത കൂടുതൽ പുറത്തേക്ക് വരികയാണ്. സുധാകരൻ ഇപ്പോൾ പരസ്യമായി വി ഡി സതീശന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ PV അൻവറിന്റെ കാര്യത്തിൽ വി ഡി സതീശൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടതില്ല, പാർട്ടിയിൽ ചർച്ച ചെയ്ത് കൂട്ടായ തീരുമാനമാണ് എടുക്കേണ്ടത് എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പെട്ടെന്ന് തന്നെ ഈ PV അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരണം, UDF നിലമ്പൂരിൽ നിർണായക സ്വാധീനമാണെന്നും കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ കെ സുധാകരൻ നിലപാട് വ്യക്തമാക്കിയതായിരുന്നു. UDF-ലേക്ക് പെട്ടെന്ന് തന്നെ ഈ PV അൻവറിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അദ്ദേഹം UDF-ന്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയായിരുന്നു 2 ദിവസം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ സുധാകരൻ പറഞ്ഞത്. തുടർച്ചയായി PV അൻവറുമായി കെ സുധാകരൻ ഫോണിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. PV അൻവറുമായി അടുത്ത വ്യക്തിപരമായ ബന്ധമുണ്ട് എന്നുകൂടി കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. PV അൻവറിന്റെ വാർത്താ സമ്മേളനവും അതിന് പിന്നാലെ ഇപ്പോൾ കെ സുധാകരന്റെ പ്രതികരണവും കൂടി പുറത്തു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇതിൽ വി ഡി സതീശനാണ് ഈ PV അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിൽ, UDF-ൽ എടുക്കുന്നതിൽ കടുത്ത എതിർപ്പ് തുടരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് സുധാകരന്റെ വാക്കുകളിൽ നിന്നുകൂടി പ്രകടമാണ്. ഏതായാലും വലിയ പ്രതിസന്ധി കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് ഈ PV അൻവറിനെ UDF-ലേക്ക് ഉടൻ ഉൾപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമുള്ളപ്പോഴാണ് വി ഡി സതീശന്റെ സതീശൻ നേതൃത്വം നൽകുന്ന ചിലർ ഇതിനെ കടുത്ത എതിർപ്പുമായി രംഗത്തുള്ളത്. ഇന്നത്തെ സുധാകരന്റെ സന്തോഷ്, അതിൽ ഈ ചേരിതിരിവ് ഇക്കാര്യങ്ങളിലൊക്കെയുള്ള ചേരിതിരിവ് കുറെ കൂടി വ്യക്തമായി വന്നിരിക്കുന്നു. വളരെ പരസ്യമായി തന്നെ സതീശനോട് വിയോജിക്കാനാണ് കെ സുധാകരൻ ഇതിലൂടെ ശ്രദ്ധിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. നേരത്തെയും നമ്മൾ പല തവണ കണ്ടതാണ്. ഈ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള ഭിന്നത പല ഘട്ടങ്ങളിലും പരസ്യമായി പുറത്തു വന്നതാണ്. ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതോടുകൂടി കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ ഈ കെ സുധാകരൻ വി ഡി സതീശനെതിരായ പ്രതികരണങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ അങ്ങനെ വി ഡി സതീശൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടതില്ല, അതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. വളരെ കൃത്യമായും കെ സുധാകരനെ പോലെ ഒരു നേതാവ് അത്തരത്തിലുള്ള സന്തോഷ് നോക്കൂ, ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ മുൻപ് തന്നെ പറഞ്ഞു കേട്ട ചേരിതിരിവുണ്ട്. ഇപ്പോൾ കെ സുധാകരൻ പറയുന്നതോടെ അത് വ്യക്തമാവുകയില്ല. ഇപ്പോൾ വി എസ് ജോയിക്ക് വേണ്ടി വളരെ പരസ്യമായി നിലപാടെടുത്തയാളാണ് അൻവർ. പാർട്ടിക്കകത്ത് വളരെ കാര്യമായ ഒരു വിഭാഗം വളരെ കൃത്യമായി ജോയിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചവരുണ്ട്. നേതാക്കളടക്കം KPCC-യുടെ പുതിയ നേതൃത്വത്തിൽപ്പെട്ടവരുണ്ട്, ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ പിന്തുണയുണ്ട്. മറുഭാഗത്ത് അൻവർ പറഞ്ഞ ഒരു പേരിലേക്ക് പോകണ്ട എന്ന നിലപാട് സ്വീകരിച്ച വി ഡി സതീശൻ്റെ താല്പര്യമാണ് ഷൗക്കത്തിലേക്ക്, ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തപ്പെട്ടത്. ഇതും ഇപ്പോൾ പ്രകടമാവുകയാണ്, അല്ലെങ്കിൽ ഇതും വ്യക്തമാവുകയാണ്. കാരണം സുധാകരൻ അങ്ങനെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന് പറയുമ്പോൾ സതീശൻ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്ന ഒരു പ്രശ്നം കൂടി സുധാകരൻ അവതരിപ്പിക്കുകയല്ലേ? ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശൻ എന്നാണോ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും നേരത്തെ സുധാകരൻ KPCC അധ്യക്ഷനായ സമയത്ത് തന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട പല പാർട്ടി തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് സതീശന്റെ നിലപാടുകളോട് കെ സുധാകരൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ രീതിയിലുള്ള പ്രത്യക്ഷ വിമർശനം നടത്തുന്നതിൽ സുധാകരൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പരോക്ഷ വിമർശനങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയ സാഹചര്യത്തിലാണ് നേരിട്ട് തന്നെ ഇപ്പോൾ വി ഡി സതീശനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് കെ സുധാകരൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശരത്.